അഭിനവ് അവർ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റ്. എവിടെ പഠിക്കുന്നു? ഞാൻ MES കോളേജ് കള്ളന്തോട്ട്. എവിടെ വീട്? മുക്കത്താണ്. ഓക്കെ. അപ്പം ഇവിടെ കുറെ അഭ്യാസികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ജിമ്മാണ്. ഇവിടെ കുറെ ഐറ്റം ഉണ്ട്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ബോഡി വെയിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. നമ്മുടെ ബോഡി വെയിറ്റിൽ തന്നെ നമ്മൾ മാസ്റ്റർ ചെയ്യാം. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് 58 ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ബോഡി വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സസൈസ് ആണ് കാണുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. റൈറ്റ്. ഓക്കെ. യെസ്. അതാ. ഓക്കെ. ഗുഡ്. യെസ്. നീക്കെ ശ്രമിച്ചാലോ? താഴെ നിൽക്കാൻ പറ്റുന്നില്ല, കാലേ നിൽക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ കൈ നിൽക്കാം. അതാ അടിപൊളിയാണല്ലോ. ചങ്ങാതി വീഴുവോ? ഇല്ലല്ലോ. ഭാരതമെന്നാൽ വെരി ഗുഡ്, വെരി ഗുഡ്. പൊളിച്ചു. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അഭ്യാസം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് അവരുടെ നിയന്ത്രണത്തിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒറ്റയ്ക്ക് ചെയ്ത് പിടലൊന്നും വിളിക്ക് താഴെ വീഴരുത്. അപ്പോൾ കൊള്ളാം, ഗംഭീരമായി, ഉഷാറായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ഒന്ന് ചെയ്താലോ? ധൈര്യമുണ്ടോ? കഴിയില്ല എന്ന് പറയുന്നത്. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. പ്രായം ഉള്ള മനുഷ്യരുണ്ട്, പ്രായമില്ലാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ യാത്ര. ഇതിപ്പം ഈ ജിമ്മ് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഓപ്പൺ ജിമ്മ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായോ? ജിമ്മ് വന്നിട്ട് ഏകദേശം ഒരു 7 മാസമായി. 7 മാസമായി. ആൾക്കാരൊക്കെ വരുന്നുണ്ടോ രാവിലെ? വരുന്നുണ്ട്. വൈകുന്നേരം നല്ല തിരക്കാം. ഇനിയിപ്പോൾ ഇതിലാണ് നടന്നു കഴിഞ്ഞാൽ കാണാം ജനങ്ങളുടെ ഒഴുക്ക്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആൾക്കാരെ കൂടെ കണ്ടുവരാം. നമസ്കാരം, വന്നാട്ടെ. അപ്പോൾ ഓപ്പൺ ജിമ്മുണ്ട്. വാ, വരൂ. നമസ്കാരം. അപ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരാണ്. കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അല്ലേ? നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. 2ാം ഘട്ടം തുടങ്ങുകയാണ്. എന്താ പേരെന്താ? അലി. ഓക്കെ. അപ്പോൾ സുന്ദരമായ ഇനി ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. പണ്ട് ചാലിയം ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ? പണ്ട് ചാലിയത്തിന് ഒരുപാട് ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ നല്ല തിരക്കായി. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശം. നല്ല സ്ഥലമാണ് കേട്ടോ. ഇതേപോലെയാണ് അപ്പുറത്ത്. ഇത് ആ കാണുന്നത് ചാലിയം പുലിമുട്ട് അല്ലേ? അതിനപ്പുറത്താണ് ബേപ്പൂർ പുലിമുട്ടുള്ളത്. അപ്പം കൊള്ളാം, ആ കാഴ്ചകൾ കൊള്ളാം അല്ലേ? ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെയുള്ള കടകളുടെ ഒക്കെ ടെൻഡറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിലേക്ക് ടെൻഡറിങ് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ? ഏറ്റെടുത്തിട്ടില്ല. അതെ, അതിൽ ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അതിലേക്ക് കൂടി ആളുകൾ വന്നു കഴിഞ്ഞാൽ സജീവതയിലേക്ക് മാറും കുറച്ചുകൂടി. അതെ, അങ്ങനെ തന്നെയാണ്. അത് ഇപ്പൊ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഓണത്തോടു കൂടി നടക്കുമോ? ഓണത്തോടു കൂടി നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ചോദിക്കാം. അതെ. അപ്പൊ ഈ കടകളുടെ ഇവിടെ ഈ ഓരോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ പ്രഭാതത്തിൽ നടക്കുന്ന നടത്തവും അതുപോലെ തന്നെ മറ്റു എക്സസൈസുകളൊക്കെ നടക്കുന്നുണ്ട്. കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ സംഭവം ഉഷാറായിട്ട് മാറും. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള ബീച്ചുകളുടെ ഒരു അവസ്ഥയായിട്ട് മാറും. ഇങ്ങനെയൊക്കെ വേണം. പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിക്കട്ടെ. കുറച്ച് എക്സസൈസുകാർ ഇവിടെ ഉണ്ട്.